നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പെണ്ണും പൊന്നും അതിലാണ് അവന് ആർത്തി മുഴുവനുള്ളത്. ഗതാഗത മന്ത്രി ഗണേഷ് കുമാറിനെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് വലിയൊരു വെടിക്കെട്ടാണ് വെള്ളാപ്പള്ളി നടേശൻ രാവിലെ നടത്തിയത്. എന്നാൽ സംഭവം വെള്ളാപ്പള്ളി നടേശന്റെ ഈ ഒരു പ്രസ്താവന പുറത്തു വന്നതോടുകൂടി വിഷയം വീണ്ടും ആളിക്കത്തുകയാണ്. ഗണേഷ് കുമാറിന്റെ പഴയകാല ചരിത്രങ്ങളൊക്കെ പലരും ഇപ്പോൾ കുത്തിപ്പൊക്കി സൈബർ ഇടം കത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോയതോടെ കലിയിളകി നിൽക്കുകയാണ് പിണറായി വിജയൻ. ഇതോടെ മുഖ്യമന്ത്രി വെള്ളാപ്പള്ളി നടേശനെ നോക്കി കണ്ണുരുട്ടിയിരിക്കുകയാണ്. കണ്ണുരുട്ടിയിട്ടും കാര്യമില്ല, എനിക്ക് പറയാനുള്ളതൊക്കെ പറയും എന്നുള്ള നിലപാടിലാണ് വെള്ളാപ്പള്ളി നടേശൻ. ചില വലിയ വെളിപ്പെടുത്തലുകളും ഗണേഷ് കുമാറിനെ വലിച്ചു കീറുന്ന പ്രസ്താവനകളും ഒക്കെയാണ് നടത്തിയിരിക്കുന്നത്. ഒന്നോർത്തു നോക്കണേ, അല്ലെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും ഒക്കെ ഒന്ന് മെനയാകാൻ പിണറായി വിജയൻ ഒരു വഴിക്കൂടെ നോക്കുമ്പോഴത്തേക്കാണ് ഇവന്മാരെല്ലാവരും കൂടി കലമിട്ടുടയ്ക്കുന്നത്. SNDP ജനറൽ സെക്രട്ടറിയുടെ ഗണേഷ് കുമാറിനെതിരെയുള്ള ചാട്ടുളി പോലത്തെ വാക്കുകൾ CPM-നും അതുപോലെ തന്നെ ഗതാഗത മന്ത്രിക്കും വയ്യാവേലിയായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എന്നാൽ മറ്റൊരു വഴിക്കൂടെ NSS ഈ പറയുന്ന ഗണേഷ് കുമാറിനെ വെളുപ്പിക്കാൻ പല കളി കളിക്കുന്നുമുണ്ട്. കാരണം NSS ജനറൽ സെക്രട്ടറി സുകുമാരൻ നായർക്ക് പ്രിയങ്കരനും പ്രിയപ്പെട്ടവനുമാണല്ലോ ഗണേഷ് കുമാർ. ഗണേഷ് കുമാർ എന്ത് താന്തോന്നി തരം കാണിച്ചാലും തല്ലല്ല തലോടലാണ് സുകുമാരൻ നായർ കൊടുക്കുന്നത്. കാരണം സുകുമാരൻ നായരുടെ കുടുംബത്തിലെ ചില കഥകളൊക്കെ ഗണേഷ് കുമാറിന് കൃത്യമായിട്ട് അറിയാം. അതൊക്കെ വലിച്ചു പുറത്തേക്കിട്ടാൽ സുകുമാരനും കുടുംബവും നടു റോഡിൽ നാണം കെട്ട് നിൽക്കും. പിന്നെ കേസും പുക്കാറുമായി നടക്കേണ്ടിയും വരും. അതുകൊണ്ട് തന്നെ ഗണേഷ് കുമാർ മോനെ താങ്ങി നിൽക്കേണ്ടത് സുകുമാരൻ നായരുടെ ആവശ്യമാണ്. പക്ഷേ വെള്ളാപ്പള്ളി നടേശന് ഇതൊന്നും ആവശ്യമില്ലാത്തത് കൊണ്ടും ബാബോയ കോടാലി ആയതുകൊണ്ടും ഗണേഷ് കുമാറിനെ പൊതുരെ തല്ലുന്ന ചില കാര്യങ്ങളാണ് പച്ചയ്ക്ക് പറഞ്ഞിരിക്കുന്നത്. വിവാദങ്ങളുടെ പശ്ചാത്തലത്തിൽ മന്ത്രി ഗണേഷ് കുമാറിനെതിരെ നടപടി വേണം എന്നാണ് വെള്ളാപ്പള്ളി നടേശൻ ആവശ്യപ്പെട്ടത്. മന്ത്രിസ്ഥാനത്തിരിക്കുമ്പോഴെങ്കിലും ഒരു നിലവാരം പുലർത്താൻ അദ്ദേഹം ബാധ്യസ്ഥനാണ്. ഇത്രയും വഷളായ, ഇത്രയും തറ പ്രവർത്തി കാണിച്ച മറ്റൊരു മന്ത്രി ഉണ്ടായിട്ടില്ലെന്നും അതുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണമെന്നുമായിരുന്നു വെള്ളാപ്പള്ളി പറഞ്ഞത്. ഇതോടുകൂടി പിണറായി വലിയ പ്രതിസന്ധിയിലായി. കാരണം കൂടെയുള്ളവർ പലരും ഗണേഷ് കുമാറിനെതിരെ നടപടി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പിണറായിക്ക് നേരെ വന്നത് വലിയ ഒരു തിരിച്ചടിയായി പോയി. ഇതുമാത്രമല്ല, CPI-യും സമാന നിലപാടായിരുന്നു ഗണേഷ് കുമാറിന്റെ കാര്യത്തിലെടുത്തത്. പിണറായി വിജയൻ ഉചിതമായ നടപടി എടുക്കണമെന്ന് CPI പറയുകയും ചെയ്തിരുന്നു. അതിന്റെ കൂട്ടത്തിലാണ് ഇരുട്ടടി പോലെ വെള്ളാപ്പള്ളിയുടെ തുറന്നു പറച്ചിൽ. ഗണേഷ് കുമാറിന് പെണ്ണിനോടും പൊന്നിനോടും ഏറെ ഇഷ്ടമാണ്. കനകസിംഹാസനത്തിൽ കയറിയിരിക്കുന്ന ഇവൻ ശുംഭനോ ശുനകനോ ആണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അത് തെറ്റാണെന്ന് പറയാൻ സാധിക്കില്ല. കുറെ കൂടി മാന്യമായി പൊതുപ്രവർത്തനം നടത്തേണ്ടതിന് പകരം മന്ത്രിസഭയിൽ ഇരുന്നു കൊണ്ട് ഇത്രയും വഷളായ പ്രവൃത്തി കാണിച്ച ഒരു മന്ത്രി വേറെ ഉണ്ടാകില്ല. മന്ത്രിയെന്നല്ല, ആരും ഇത് ചെയ്യാൻ പാടില്ലാത്തതാണെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. ഭാര്യ പരാതി പിൻവലിച്ചു എന്നതുകൊണ്ട് കാര്യമായില്ല. സമൂഹത്തിൽ പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ കാണിക്കേണ്ട മാന്യതയും മര്യാദയും അദ്ദേഹം കാട്ടിയില്ല. ഭംഗിയായി ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന മന്ത്രിസഭയുടെ പുഴുക്കുത്താണ് ഗണേഷ് കുമാർ. ധാർഷ്ട്യവും മാടമ്പിത്തരവുമാണ് വാക്കിലും പ്രവൃത്തിയിലും ഉള്ളതെന്നും വെള്ളാപ്പള്ളി പച്ചയ്ക്ക് പറഞ്ഞു. ഇമേജ് ബിൽഡ് ചെയ്യാൻ സ്വന്തം ക്യാമറയും ആളുകളെയും കൊണ്ടുവന്ന് നമ്പർ 1 മന്ത്രി എന്ന് പത്രത്തിൽ ഇടിയിക്കാൻ സാധിച്ചതിന്റെ ചരിത്രം എല്ലാവർക്കും അറിയാം. ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനം മുഖ്യമന്ത്രി എടുക്കണം. അതിൽ ന്യായവും നീതിയും ഉണ്ടാകണമെന്നും വെള്ളാപ്പള്ളി പറഞ്ഞു. 5000 പ്രണയിനികൾ ഉണ്ടെന്ന് തലയിൽ ആൾതാമസമുള്ളവർ പറയുമോ? ഇയാളെ ഊളംപാറയിൽ അയക്കണ്ടേ എന്നും വെള്ളാപ്പള്ളി പരിഹസിച്ചു. 5000 പേരെ പ്രണയിക്കുന്നുവെന്ന് അയാൾ പറയുന്നു. അങ്ങനെ അല്ലാത്തവർ പൊട്ടന്മാരും ഷണ്ടന്മാരുമാണെന്നാണ് പറയുന്നത്. കൂടുതലൊന്നും പറയുന്നില്ല. കേരളത്തിലെ സർക്കാരിനുണ്ടായ വലിയ അപജയമായി പോയി ഈ സംഭവം. വാദി പിൻവലിച്ചു എന്നതുകൊണ്ട് കേസ് ഇല്ലാതാകുന്നില്ല. അതുകൊണ്ട് ജനങ്ങൾക്ക് തൃപ്തികരമായ തീരുമാനമാണ് വേണ്ടത്. ഈ കാര്യത്തിൽ പ്രതിഷേധങ്ങൾ നടക്കുകയാണെന്നും അത് കാണാത്ത മട്ടിൽ സർക്കാർ ഇരിക്കരുതെന്നും വെള്ളാപ്പള്ളി നടേശൻ അങ്ങ് പിണറായിക്കിട്ട് കുത്തിക്കൊണ്ട് പറഞ്ഞു. ഗണേഷ് കുമാറിന് കരണം പൊട്ടുന്ന രീതിയിലുള്ള അടിയാണ് എന്തായാലും വെള്ളാപ്പള്ളി നടേശൻ കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ മണ്ണിനോടും പെണ്ണിനോടും പൊന്നിനോടും ഒക്കെ ഗണേഷ് കുമാറിന് ഒരു ഭ്രമമുണ്ട് എന്നുള്ളതിന്റെ എത്രയോ തെളിവുകൾ നമ്മൾ ഇതിനു മുൻപ് വിവാദങ്ങളായിട്ടൊക്കെ കേട്ടതും കണ്ടതുമാണ്. ഇപ്പോൾ ഓരോരുത്തരും സൈബർ ഇടത്തിൽ ഈ പറയുന്ന ഗണേഷ് കുമാറിന്റെ പഴയ പല ലീലാവിലാസങ്ങളുമാണ് പൊക്കിയെടുത്ത് വിട്ടിരിക്കുന്നത്, കുത്തിപ്പൊക്കുന്നത്. ഇത് വലിയ രീതിയിലാണ് CPM-നെ തിരിച്ചടി ഉണ്ടാക്കുന്നത്. കാരണം ഇവർ സ്ത്രീപക്ഷവും ധാർമ്മികതയും ഒക്കെ പറയുന്ന കൂട്ടരാണല്ലോ. പക്ഷേ ഈ നേരം വരെ ധാർമ്മികമായ ഒരു നിലപാട് ഈ കാര്യത്തിൽ CPM-ഓ സർക്കാരോ എടുത്തിട്ടില്ല. അതായത് ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കാണിക്കും, ആരും മിണ്ടാൻ പാടില്ല, വേറെ ഏതെങ്കിലും ഒരുത്തൻ കാണിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ തൂക്കി അകത്തിടും എന്നാണ് ഇവരുടെ ഒരു ലൈൻ.
ഭാര്യ ഉന്നയിച്ച ആരോപണത്തിൽ രാജിയില്ലെന്ന് മന്ത്രി കെ.ബി. ഗണേഷ് കുമാർ പ്രഖ്യാപിച്ചതിന് പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയനും മുൻ DGP ആർ ശ്രീലേഖയ്ക്കുമെതിരെ DGPക്ക് ഇപ്പോൾ പരാതി കിട്ടിയിരിക്കുകയാണ്. ഗുരുതരമായ ഒരു കുറ്റം അറിഞ്ഞിട്ടും അത് മറച്ചുവെച്ചു എന്ന് ആരോപിച്ചാണ് യൂത്ത് കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് ബിനു ചുള്ളിയിൽ പരാതിയുമായി രംഗത്തെത്തിയിരിക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയനുമായി കൂടിക്കാഴ്ച നടത്തി കാര്യങ്ങൾ വിശദീകരിച്ച ശേഷമാണ് ഗണേഷ് കുമാർ മന്ത്രിസ്ഥാനം രാജിവെക്കില്ല എന്ന് തീരുമാനമെടുത്തത്. ഭാര്യ ബിന്ദു മേനോനുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ മാപ്പ് പറഞ്ഞിട്ടും ഈ വിവാദം നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി LDFന് വലിയ തലവേദന സൃഷ്ടിക്കുമെന്നാണ് വിലയിരുത്തൽ. മന്ത്രിസഭാ യോഗത്തിന് ശേഷം മുഖ്യമന്ത്രിയെ കണ്ട് ഗണേഷ് കുമാർ വിഷയങ്ങൾ വിശദീകരിക്കുകയും ചെയ്തിരുന്നു. കർശനമായിട്ടുള്ള നിർദ്ദേശങ്ങളും വിമർശനങ്ങളും ഒക്കെ പിണറായിയിൽ നിന്ന് ഗണേഷ് കുമാറിന് കേൾക്കേണ്ടി വന്നു എന്നാണ് വിവരങ്ങൾ. രാജിയുണ്ടോ എന്ന മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് എന്തിന് എന്നായിരുന്നു ഗണേഷ് കുമാറിന്റെ മറുചോദ്യം. ഈ മന്ത്രിസ്ഥാനം എന്ന് പറയുന്നത് നിങ്ങളുടെ കീഴൂട്ട് കുടുംബക്കാരുടെ സ്വത്തൊന്നുമല്ല, അതിവിടുത്തെ ജനങ്ങൾ നൽകുന്നതാണ്. അപ്പോൾ ഇവിടെ ജനാധിപത്യത്തിന് ഒരു വിലയുണ്ട്. ആ ജനാധിപത്യത്തിന് മുകളിൽ ചവിട്ടി ധാർഷ്ട്യം കാണിക്കുകയാണ് ഗണേഷ് കുമാറൊക്കെ. ഗണേഷ് കുമാർ ഇപ്പോഴും പറയുന്നത് എനിക്ക് പത്തനാപുരത്തുകാരില്ലാതെ പറ്റില്ല, പത്തനാപുരത്തുകാർക്ക് ഞാനില്ലാതെ പറ്റില്ല, അവിടുത്തെ പെങ്ങന്മാർ എന്നെ വിജയിപ്പിക്കും എന്നൊക്കെയാണ്. ഭാര്യയെ പോലും കണ്ട പേഴ്സണൽ സ്റ്റാഫുകളെ ഉപയോഗിച്ച് അതിക്രൂരമായി മർദ്ദിക്കാൻ ശ്രമിച്ച താനൊക്കെ ഒരു മനുഷ്യകുലത്തിൽ ഉള്ളതാണോ എന്ന് പോലും ഇപ്പോൾ ജനം ചോദിക്കുന്നുണ്ട്. എന്തായാലും പത്തനാപുരത്തുകാർ ഈ വിഷയത്തിൽ എങ്ങനെ പ്രതികരിക്കും എന്നുള്ളത് ഇനി കണ്ടറിയാം.